സാമൂഹിക സുരക്ഷാ പെൻഷന്റെ 2 ഗഡു സർക്കാർ നിർവഹിക്കുകയാണ്. ജനുവരി 23-ന് വിതരണം ആരംഭിച്ചിരുന്നു. 24-ാം തീയതി 2 ഗഡു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി. കൈകളിൽ തുക സ്വീകരിക്കുന്നവരുമുണ്ട്. അവർക്ക് ഫെബ്രുവരി മാസം 3-ാം തീയതിക്ക് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഫെബ്രുവരി 3-ന് മുമ്പായി എല്ലാവരുടെയും കൈകളിലേക്ക് തുക എത്തിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയാണ്. ബാക്കിയുള്ള 3 കുടിശ്ശിക പെൻഷനുണ്ട്. അത് അടുത്ത സാമ്പത്തിക വർഷം, അതായത് 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും. എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 4800 രൂപ വീതം കൈകളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയിൽ കാര്യമായ വർധനവ് കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 1-ന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൊണ്ടുവരുമെന്ന് സർക്കാർ അറിയിച്ചു. നാളുകളായി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷത്തിൽ 6000 രൂപയാണ് ലഭിക്കുന്നത്. 2000 രൂപ വീതം 3 ഘട്ടമായാണ് വിതരണം ചെയ്യുന്നത്. ഇത് 8000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വർഷത്തിൽ 4 തവണ 2000 രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതൊരിക്കലും നമ്മൾ തിരിച്ചടക്കേണ്ടതില്ല. 25 ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത്. കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ നിങ്ങളുടെ പണം മുടങ്ങാതിരിക്കാൻ ഇലക്ട്രോണിക് KYCയും ലാൻഡ് സീഡിങ്ങും ചെയ്തിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് മുടങ്ങാതെ 2000 രൂപ എത്തിച്ചേരും. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് 19-ാമത്തെ ഗഡുവാണ്. ഫെബ്രുവരി മാസം പകുതിയോടെ കിസാൻ സമ്മാൻ നിധിയുടെ തുക എത്തിച്ചേരും. അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരു കർഷക ID കാർഡ് വേണം. അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ, യന്ത്രസാമഗ്രികൾക്കുള്ള സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്, അതുപോലെ വിളനാശം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഷുറൻസ് എന്നിവയ്ക്ക് വേണ്ടി, കൂടാതെ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഏറ്റവും അവസാനം ഫാർമേഴ്സ് ID എന്നുള്ള ID കാർഡ് തയ്യാറാക്കും. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാം ചെയ്തു നൽകും. അക്ഷയ കേന്ദ്രങ്ങളിലോ നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലൊക്കെ ഇത് ചെയ്തു നൽകുന്നതാണ്. എല്ലാവരും ഇത് കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക.